ജീവിതത്തിലേക്ക് തിന്മയുടെ ശക്തികൾക്ക് പോലും കടന്നു വരാൻ പറ്റാത്ത ഒരു ദൈവാനുഭവത്തിന്റെ ഒരു അഭിഷേകം ഉണ്ടായി. ഈശോ മിശിഹായിൽ എത്രയോ സ്നേഹം നിറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നീ നന്ദി പറഞ്ഞ് ജീവിക്കണം. സങ്കീർത്തനത്തിന്റെ പുസ്തകം 119 അധ്യായം 62 തിരുവചനം: അങ്ങയുടെ നീതിയൊറ്റ കൽപ്പനകൾ മൂലം അങ്ങയെ സ്തുതിക്കാൻ അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേൽക്കുന്നു. സങ്കീർത്തകൻ പറയാണ്, ഞാൻ എഴുന്നേൽക്കുന്നത് അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കുന്നത് ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, എപ്പോഴും നമ്മുടെ യാചനകൾ സമർപ്പിക്കാറുണ്ട്. പലപ്പോഴും ദൈവത്തിന് നന്ദി പറയാനായിട്ട്, ദൈവത്തെ സ്തുതിച്ചുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് പലപ്പോഴും പലർക്കും തയ്യാറാകുന്നില്ല. നീ ദൈവത്തെ സ്തുതിക്കുകയും നീ ദൈവത്തെ ആരാധിക്കുകയും നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി നമ്മുടെ സമൂഹത്തിൽ തന്നെ നിറയും. ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 37 മുതൽ തിരുവചനങ്ങളില് 39 അധ്യായത്തിൽ തന്നെ ഈശോയുടെ രാജകീയ പ്രവേശനത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു പ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്. 19 അധ്യായം 37 തിരുവചനം: അവൻ പട്ടണത്തിനടുത്ത് ഒലിവുമലയിലുള്ള പതിവിന് ചെരുവിന് സമീപം എത്തിയപ്പോൾ ശിഷ്യഗണം മുഴുവൻ സന്തോഷിച്ച് തങ്ങൾ കണ്ട എല്ലാ അത്ഭുത പ്രവൃത്തികളെയും പറ്റി ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അതിനെ എഴുതി വെച്ചിരിക്കുകയാണ്, അവര് കണ്ട അത്ഭുത പ്രവൃത്തികളെ ഓർത്ത് സ്തുതിക്കാൻ തുടങ്ങി. ദൈവം പ്രവർത്തിച്ച അത്ഭുത പ്രവൃത്തികളെ കണ്ടിട്ട് ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു വിളി എന്ന് പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനായിട്ടുള്ള വിളിയാണ്, ദൈവത്തിന് നന്ദി പറയാനായിട്ടുള്ള വിളിയാണ്. ഇതാണ് കർത്താവ് വചനത്തിലൂടെ പറയുന്നുണ്ട്. അതായത് ഈ 10 കുഷ്ഠരോഗികളെ സുഖപ്പെട്ടതിന് ശേഷം ഒരുവൻ തിരിച്ച് നന്ദി പറയാനായിട്ട് വരുമ്പോൾ ആ നന്ദി പറയുന്നവന് അവന് സൗഖ്യം മാത്രമല്ല രക്ഷയും കൂടെ ലഭിക്കുകയാണ്. ജീവിതത്തിൽ സ്തുതിക്കുന്ന ഒരു ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അവന് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ടാണ് അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകത്തിലെ 16 അധ്യായത്തില് പൗലോസും ശീലാസും കീർത്തനം പാടി സ്തുതിച്ച് തടവറയിൽ അത്ഭുതം സംഭവിക്കുമ്പോൾ ആ തടവറയുടെ അധികാരി വന്ന് പൗലോസിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ അത്ഭുത പ്രവൃത്തി കണ്ടിട്ട് പറയും, താണു വീണ് അപേക്ഷിക്കുന്നു, സഹോദരന്മാരെ രക്ഷപ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഉടനെ പൗലോസ് പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ആ സ്തുതിപ്പിന്റെ അവസാനത്തിലാണ് ദൈവത്തിന്റെ അത്ഭുതകരമായ പ്രവൃത്തി കാണുന്നത്. അങ്ങനെ ആ അത്ഭുത പ്രവൃത്തി കണ്ടു കഴിയുമ്പോഴത്തേക്കും പൗലോസ് പറയാണ്, നീ യേശുവിൽ വിശ്വസിച്ച് കർത്താവിനെ സ്തുതിച്ചു കഴിഞ്ഞാൽ നീ നിന്റെ ജീവിതം രക്ഷപ്പെടും. അപ്പൊ നമ്മുടെ ജീവിതത്തില്, ആത്മീയ ജീവിതത്തില് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങുമ്പോൾ തന്നെ രക്ഷയുടെ ഒരു ശക്തമായ മേഖലയെ പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിന്റെ 17 അധ്യായം 15 തിരുവചനത്തില് സമരിയാക്കാരൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ടാണ് ഉച്ചത്തെ സ്തുതിക്കുന്നത്. അപ്പോ സൗഖ്യം കിട്ടിയപ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും നമുക്ക് ലൂക്കായുടെ സുവിശേഷം 19 അധ്യായത്തിന്റെ 40 വചനത്തില് ധ്യാനിക്കുന്നുണ്ട്. ആ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ്. അതായത് കർത്താവ് തന്നെ പറയാണ്, അവൻ പ്രതിവചിച്ചു, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്തി വിളിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ സ്തുതിക്കാതിരുന്നാൽ കല്ലുകൾ പോലും കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് നമ്മുടെ വിളി എന്ന് പറയുന്നത് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമുള്ള വിളിയാണ്, ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വിളിയാണ്, ദൈവത്തിന് നന്ദി പറയാനുള്ള വിളിയാണ്. അതുകൊണ്ട് നമ്മളെ കഴിഞ്ഞ നാളുകളിൽ ദൈവം ഇടപെട്ടതിനെ ഓർത്ത് എനിക്ക് നന്ദി പറയാനായിട്ട് കഴിയുന്നുണ്ടോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ടോ? അങ്ങനെയുള്ള ഒരു സ്തുതിപ്പിന്റെ ഒരു ജീവിതത്തിന് തന്നെ ഒരു അഭിഷേകമുണ്ട്. അതുകൊണ്ട് ബൈബിളിൽ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ അറിയാം, ആ വെളിപാടിന്റെ പുസ്തകം 19 അധ്യായത്തിൽ സ്വർഗത്തിനെ കുറിച്ച് ചിത്രീകരിക്കുമ്പോൾ സ്വർഗത്തില് വലിയൊരു ഇടിമുഴക്കത്തിന്റെ സ്വരം, ഹല്ലേലൂയ എന്നുള്ള സ്വരമാണ്. അത് ഒരു സ്തുതിപ്പിന്റെ സ്വരമാണ്. സ്വർഗത്തില് മാലാഖമാരും വിശുദ്ധരും ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗം എന്ന് പറയുന്നത് തന്നെ സ്തുതിപ്പിന്റെ ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ഈ ഭൂമിയിൽ ഇരുന്ന് സ്തുതിക്കുമ്പോൾ തന്നെ സ്വർഗത്തിന്റെ അതേ അഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കും. സ്തുതിക്കുമ്പോൾ തന്നെ സ്വർഗീയമായി ചൈതന്യം നിറയും. അതുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ള വിളിയാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ളത് ഏറ്റവും അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് സ്വർഗത്തിന്റെ ഒരു അഭിഷേകമാണ് സ്തുതിപ്പ് സംഭവിക്കുന്നത്. രണ്ടാമത്, ഒരു അന്തരീക്ഷം ശുദ്ധീകരിക്കപ്പെടും. ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഒരു വിശുദ്ധീകരണം സംഭവിക്കും. അതുകൊണ്ടാണ് ജെറിക്കോ പട്ടണത്തെ കീഴ്പ്പെടുത്തുന്നതിന് മുമ്പ് 7 പ്രാവശ്യം ആ സ്ഥലത്തെ ചുറ്റി
സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുകയാണ്. അതുവരെയുള്ള തിന്മയുടെ അന്തരീക്ഷം മാറി, ആ സ്തുതിപ്പിൽ തന്നെ തിന്മയുടെ അന്തരീക്ഷം മാറി ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടായി ആ സ്ഥലത്തിന്റെ തിന്മയുടെ കെട്ടുകൾ അഴിയുകയാണ്. ഇതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരു വീടിന്റെ അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടും. ഇതാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ, പണ്ട് കാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളില് മാതാപിതാക്കന്മാര് ഉച്ചത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇന്ന് അതിന്റെ അന്തരീക്ഷമൊക്കെ മാറി. ഇന്ന് വളരെ സ്വരം താഴ്ത്തി യാന്ത്രികമായിട്ട് ഇങ്ങനെ ഒച്ച കുറച്ചൊക്കെ ചെല്ലുമ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വളരെ ഉച്ചത്തിൽ തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും മറ്റു സ്തുതികൾ ആരാധനകളൊക്കെ നടത്തുകയും ചെയ്യുമ്പോൾ തന്നെ ആ വീടിന് ഒരു അഭിഷേകമുണ്ട്. ആ വീട്ടിലേക്ക് തിന്മയുടെ ശക്തികൾക്ക് പോലും കടന്നു വരാൻ പറ്റാത്ത ഒരു ദൈവാനുഭവത്തിന്റെ ഒരു അഭിഷേകം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സ്ഥലത്തിനൊന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ആ സ്ഥലത്തിന്റെ അരൂപിയുണ്ട്, ആ സ്ഥലത്തിന്റെ അരൂപി തന്നെ മാറുന്നത്. ഇതാണ് എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്. 2:1 അപരാധങ്ങളും പാപങ്ങളും മൂലം നിങ്ങൾ മൃതരായിരുന്നു, അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നു അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന ശക്തിയായ അന്തരീക്ഷ ശക്തി അനുസരിച്ചുമാണ് ജീവിച്ചത്. അപ്പോ അന്തരീക്ഷ അരൂപിയുണ്ട്, അന്തരീക്ഷ ശക്തിയുണ്ട്, ഈ ലോകത്തിന്റെ ദേവനുണ്ട്. 2 Corinthians 4:4 അല്ലെങ്കിൽ ഹൃദയകാഠിന്യത്തിന്റെ അരൂപിയുണ്ട്, എഫേസോസ് 4:18. അപ്പോ ഈ അരൂപി തന്നെ ഒരു വീട്ടിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ അരൂപി, അന്തരീക്ഷ അരൂപി തന്നെ മാറും. വീണ്ടും അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 16-ാം അധ്യായം 25-ാമത്തെ തിരുവചനം നമ്മൾ നേരത്തെ കേട്ടു. പൗലോസും സീലാസും കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അടിത്തറ പൊളിഞ്ഞു, ബന്ധനങ്ങൾ അഴിഞ്ഞു. ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയാൻ ദൈവത്തെ ശക്തമായിട്ട് സ്തുതിക്കുക. ശക്തമായിട്ട് സ്തുതിച്ചു കഴിയുമ്പോൾ തന്നെ ഒരു വ്യക്തിയുടെ മേല്, ഒരു കുടുംബത്തിന്റെ മേൽ പ്രവർത്തിക്കുന്ന ബന്ധനം അഴിയാൻ തുടങ്ങും. വീണ്ടും ദാനിയേലിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തില് 3 ബാലന്മാര് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, സ്തുതിക്കുമ്പോൾ തന്നെ ശക്തമായ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. ഇപ്പോൾ ആത്മീയ ജീവിതത്തിൽ ഇതൊരു മാലാഖമാരുടെ പ്രാർത്ഥനയാണ്. സ്തുതിപ്പ് എന്ന് പറയുന്ന മാലാഖമാരുടെ അഭിഷേകത്തിലേക്ക് നമ്മളെ നയിക്കും. അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിന്റെ ബന്ധനം അഴിയും. അതോടൊപ്പം അതിലുപരിയായിട്ട് തന്നെ നമ്മളെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങല കഴിയാൻ തുടങ്ങും. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സ്തുതിക്കുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യം നമുക്ക് ഉണ്ടാകും. അതുകൊണ്ട് ഒരു സ്തുതിപ്പിന്റെ ജീവിതം നയിക്കുക. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കർത്താവിന് നന്ദി പറയുക. ആ സമരിയാക്കാരനെ പോലെ തനിക്ക് സൗഖ്യം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ടതിനെ ഓർത്ത് എത്രയോ നന്ദി പറഞ്ഞ കർത്താവിന് നന്ദി പറയുന്നത് മഹത്വപ്പെടുത്തണം. അതുകൊണ്ട് ഒരു മഹത്വപ്പെടുത്തിയുള്ള, ഒരു നന്ദി പറഞ്ഞുള്ള ജീവിതത്തിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. സ്തുതിപ്പിന്റെ ജീവിതം നയിക്കാൻ ഈശോ നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തണം. ഇതാണ് സങ്കീർത്തനത്തിന്റെ പുസ്തകത്തിൽ 50-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, അനർത്ഥകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ മോചിപ്പിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ ജീവിതത്തിൽ ഇടപെടും. ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധിക്കുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം ഉണ്ടാകട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ പുരുഷന്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. വചനം പറഞ്ഞതുപോലെ നിന്റെ അപ്പം കുട്ടകൾ അനുഗ്രഹിക്കപ്പെടും, നിന്റെ ഉദരഫലങ്ങൾ നിനക്ക് കാണാൻ പറ്റും, നിന്റെ പട്ടിണിയും ദാരിദ്ര്യവും മാറും, നിന്റെ കടബാധ്യതകൾ കർത്താവ് എടുത്തു മാറ്റും, നിന്റെ തടസ്സങ്ങൾ ഇല്ലാതാകും. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. ഇതാ ദിവ്യകാരുടെ ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്ന സമയം. കല്ലറകളെ ഭേദിച്ച് പുറത്തു വന്ന കർത്താവ് ജീവിച്ചിരുന്നപ്പോൾ തന്റെ ജീവിതത്തെ നോക്കി പ്രവചിച്ചവനായ കർത്താവ് ദയക്കാരിൽ ഇറങ്ങി വരുന്നു. ഈശോയെ, എന്റെ ജീവിതത്തിലേക്ക്, എന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ. അങ്ങേ ഞാൻ ആരാധിക്കുന്നു, പുത്രനാം യേശുവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആബാ പിതാവേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു.
വിശുദ്ധ കുർബാനയിൽ ഈശോയെ നോക്കട്ടെ. ദൈവം നിനക്ക് ദാനമായി തന്ന കണ്ണുകൾ, ആ കണ്ണുകൾ കൊണ്ട് നീ ജീവിക്കുന്ന ദൈവത്തെ നോക്കി കാണുക, സൂക്ഷ്മതയോടെ നോക്കി കാണുക. ഇതാ ദൈവം നിന്റെ മുമ്പിൽ, ഇതാ സ്വർഗത്തിന്റെ അപ്പം ഭൂമിയിൽ, ഇതാ ജീവിക്കുന്ന ദൈവം നമ്മോടുകൂടി. ഞാനാണ് ജീവന്റെ അപ്പം, ഞാനാണ് ജീവന്റെ അപ്പം എന്നരുളി ചെയ്തവൻ. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ജീവിക്കുന്ന ദൈവം ഇതായി തിരുവോസി. ദൈവം തന്ന ദാനമായ കണ്ണുകൾ കൊണ്ട് നീ പലതും കണ്ടിട്ടില്ലേ, പലതും നീ കണ്ടിട്ടില്ലേ. ഇതാ വിശുദ്ധ കുർബാനയിൽ നിന്റെ ദൈവത്തെ തന്നെ നീ നോക്കിക്കണ്ടേ. ഈശോയെ, എല്ലാം ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. എന്റെ ജീവിതത്തെ പരിപൂർണമായിട്ട് കർത്താവിന് കൊടുത്ത് ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി നൽകിടുന്നു. നീ തുറന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. എൻ ജീവനും ജീവിതവും ഞാൻ അങ്ങേയ്ക്കായി നൽകിടുന്നു. സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. സമ്പത്തും ആരോഗ്യവും എൻ സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി ഇടുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ, 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 ഞാനിനിയെന്നും നിന്റേതു മാത്രം. ഈശോയെ നോക്കി എല്ലാവരും. ഞാനിനിയെന്നും നിന്റേതു മാത്രം. കരങ്ങൾ വീശി ആരാധിക്കുക. ആരാധന, 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 അങ്ങേയ്ക്കാരാധന. എല്ലാവരും ചേർന്ന് ആരാധന, 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 അങ്ങേയ്ക്കാരാധന. കരങ്ങളടിച്ച് യേശുവേ, യേശുവേ, ഞാനിനി എന്നും നിന്റേതു മാത്രം. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കൊണ്ട് ആരാധിച്ച് പുത്രനാം യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പിതാവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പുത്രനാം യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ൃഹായാം ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. പ്രിയക ദൈവമേ, അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധന, 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 അങ്ങേയ്ക്കാരാധന.
ആരാധന 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 അങ്ങേക്ക് ആരാധന 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 അങ്ങേക്ക് ആരാധന യേശുവേ ഞാനിനി എന്നും നിന്റേതു മാത്രം ഞാനിനി എന്നും നിന്റേതു മാത്രം. പരിശുദ്ധ പരമദിവ്യകാരുണ്യനാഥനായ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സങ്കീർത്തനം 34 3, 4, 5, 6 വചനങ്ങൾ ഇങ്ങനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവിൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. ഞാൻ കർത്താവിനെ തേടി അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. സർവ ഭയങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവനെ രക്ഷിക്കുന്നു. കണ്ണുകളടയ്ക്കാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ തമ്പുരാൻ്റെ മുമ്പിലാണ് 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് ഉറപ്പുള്ള വാഗ്ദാനം നൽകിയ ഈശോയുടെ മുൻപിലാണ് നമ്മൾ. ആ ഈശോയുടെ കൂടെ നമ്മൾ തൊട്ടടുത്ത് യേശു നിൽപ്പുണ്ട്. കയ്യെത്തുന്ന ദൂരത്ത് കർത്താവുണ്ട്, കണ്ണെത്തുന്ന ദൂരത്ത് കർത്താവുണ്ട്. നിനക്ക് സ്പർശിക്കാൻ പറ്റുന്ന അത്ര അകലത്തിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഇത്രയടുത്ത് ദൈവത്തെ അനുഭവിച്ചറിയാൻ പറ്റുന്ന മറ്റേത് ജനമാണ് ഈ ലോകത്തുള്ളത്? ദൈവം നമ്മോട് കൂടെ. നിന്റെ ദൈവം ഈ ലോകത്തിൽ നിന്റെ കൂടെയുണ്ട്. നീ ഒന്ന് വിളിച്ചാൽ അടുത്ത് വന്നു നിൽക്കുന്ന ദൈവം, നിന്നെ വാരിപ്പുണരുന്ന ദൈവം, നിന്റെ മുറിവുകൾ ഉണക്കുന്ന കർത്താവ്. നീ പാപം ചെയ്ത് അകന്നു പോയാൽ നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്ന ദൈവം. നിന്റെ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും നിന്റെ കഷ്ടപ്പാടുകളിലും നിലവിളിക്കുമ്പോൾ അത് കേട്ട് കഷ്ടതകളിൽ നിന്നും രക്ഷിക്കുന്ന ദൈവം. ആ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ്, പരിപാലകൻ. വചനം പഠിപ്പിക്കുന്നു, എന്നോടൊത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവൻ, നമുക്കൊരുമിച്ച് അവിടുത്തെ നാമത്തെ സ്തുതിക്കാം. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മഹത്വത്തിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന ദൈവം,